പോയാൽ എവിടെ ചെന്ന് നിൽക്കും? മുൻപ് ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ മുത്തശ്ശി കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചപ്പോ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് മുത്തശ്ശി ഞങ്ങളെ വളർത്തിയപ്പോ അന്നൊന്നും ഇതുപോലെ മുത്തശ്ശിയുടെ സമനില തെറ്റിയിട്ടില്ല. അന്നത്തെ പോലെ അല്ലല്ലോ മോളെ ഇപ്പോ. പ്രായമേറിയൊരുവല്ലേ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കരുത്ത് കൈവിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഇങ്ങനെ ആദ്യം പിടിച്ച് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന എന്റെ പേടി. ദേ മോള് വിഷമിക്കാതെ. ദൈവം അങ്ങനെ നമ്മളെ ചതിക്കില്ല. മുത്തശ്ശിക്ക് ഒരാപത്തും വരില്ല. കണ്ടുകൊണ്ട് നിൽക്കാനും പ്രാർത്ഥിക്കാനും അല്ലേ നമുക്ക് പറ്റൂ ചേച്ചി. അതിന്റെ കൂടെ ഒരു സഹായത്തിന് ദത്തേട്ടൻ പോലും ഇവിടെ ഇല്ല. മനഃപൂർവ്വം ആവില്ലല്ലോ മോളെ. ആദിമോന്റെ പിന്നാലെയുള്ള ഓട്ടമില്ലേ മോളെ. മോള് നോക്കിക്കോ, ദത്തൻ സാർ എത്രയും പെട്ടെന്ന് ആദിക്കുട്ടിനെയും കൊണ്ട് മടങ്ങി വരും. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിട്ട് ഇത്ര ദിവസമായി. ആദ്യം വരുമ്പോ വരട്ടെ. എനിക്കെന്റെ മുത്തശ്ശി തിരിച്ചു കിട്ടിയാ മതി. ക്ലാരടുത്ത് എന്തിയെ? അകത്തുണ്ട് മുതലാളി. ഒന്ന് വിളിച്ചേ. എന്നെ മുതലാളി? നിങ്ങൾ രണ്ടുപേരോടും കൂടി പറയേണ്ട കാര്യ. അതിനാ വിളിപ്പിച്ചത്. ഇവിടെ ആരെ അന്വേഷിച്ചു വന്നാലും, അതിനി പോലീസുകാരായാലും, പൂജ എന്നൊരു പെൺകുട്ടിയെ നമുക്കറിയേയില്ല. അവളവിടെ വന്നിട്ടുമില്ല, നമ്മൾ അവളെ കണ്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ആ കൊച്ചിന് വല്ലതും പറ്റിയോ മുതലാളി? ആ കൊച്ചിനല്ല പറ്റാൻ പോകുന്നത്, നമുക്കാ. ഭാരിച്ച കാര്യങ്ങളൊന്നും ക്ലാര എടുത്ത് അന്വേഷിക്കണ്ട.